തേന്മാവിൻ കൊമ്പത്ത് കൊതിച്ചതും വിധിച്ചതും ജൂൺ 29 മുതൽ എല്ലാ ദിവസവും രാത്രി 9 മണിക്ക്. അപ്പോ എല്ലാം അറിയുന്ന ആരോ ആണ് ഇതിന്റെയൊക്കെ പിന്നില്. എനിക്ക് സംശയാവനെ ശരത്തിനെ. എന്തായാലും പ്രേമിച്ചിക്ക് ബോധം വരുമല്ലോ, അപ്പറിയല്ലോ സത്യം. പിന്നെ സിദ്ധു, നിരഞ്ജൻ ഡോക്ടറിന്റെ ക്ലിനിക്കിൽ നിന്ന് കിട്ടിയെന്ന് തൽക്കാലം ആരോടും പറയണ്ട. എല്ലാം ഒന്ന് ആറി തണുക്കട്ടെ, എന്നിട്ട് പറയും സത്യം. എന്നാ ശരി, ഞങ്ങളെന്നാ ഇറങ്ങട്ടെ. എവിടെ പോയിടാ പ്രേമ? എനിക്ക് അറിയില്ല. സത്യം പറ, താനെ ചതിക്കുമല്ലേ? ശരത്താ, വെറുതെ എന്റെ വായിലിരിക്കുന്ന കേക്കരുത്. ആ സ്ത്രീനെ കിട്ടിയിട്ട് എനിക്കെന്തിനാ? ഞാൻ എവിടെ കൊണ്ടുപോയിട്ട് താമസിക്കും? തങ്കച്ചിക്ക് കൊടുക്കാമല്ലോ. എന്തിന്? പിന്നെ അവരെവിടെ പോയി? എന്റെ ബലമായ സംശയം ആ മരുന്നിന്റെ ശക്തി തീർന്നു. അത് തീർന്നപ്പോ ബോധം വന്നു, അപ്പൊ എണീറ്റ് പോയിണ്ടാവും. ഇങ്ങനാണെങ്കിൽ അത് അപകടമാണല്ലോ സ്വാമി. പ്രേമ എങ്ങാണ് സിദ്ധുവിന്റെ കൈച്ചെന്ന് പെട്ട പ്രശ്നമാണ്. നീ എന്തൊക്കെ മണ്ടത്തരയി പറയണം? സ്വന്തം തലേന്ന് ഒഴിവാക്കണമെന്ന് മാത്രമല്ല നിനക്കുണ്ടായിരുന്നുള്ളൂ അല്ലേ? അതിനല്ല നിരഞ്ജന്റെ ക്ലിനിക്കിൽ കൊണ്ടാക്കിയത്. ഇന്നല്ലെങ്കിൽ നാളെ പ്രേമ എന്തായാലും സിദ്ധുവിന്റെ അടുത്ത് തന്നെ എത്തുമായിരുന്നല്ലോ. അത് കുറച്ച് നേരത്തെ എന്നെ കൊണ്ട് എന്താ കുഴപ്പം? അതല്ല സ്വാമി, അതിലൊരു അപകടമുണ്ട്. ഞാൻ പ്രേമയ്ക്ക് മയങ്ങാനുള്ള ഡോസ് കുറച്ച് കൂടുതൽ കൊടുത്തു. ചിലപ്പോ ഉണർന്നില്ലെന്നും വരും. നിരഞ്ജൻ രാവിലെ ക്ലിനിക്കിൽ ഉറക്കുമ്പോ കാണുന്നത് പ്രേമയുടെ ഡെഡ് ബോഡി ആവുമായിരുന്നു. എന്ത് ചതിയാ ചെയ്തു? അപ്പൊ അന്വേഷണം ഉണ്ടാവുമായിരുന്നില്ലേ? ഉണ്ടാവും. അപ്പൊ എന്നെ പിടിച്ചാലോ? പിടിക്കില്ല. അതിനാ കാറടക്കം ജയശങ്കറിന്റെ ആക്കിയത്. പക്ഷേ എന്റെ കണക്കൂട്ടിൽ മുഴുവനും തെറ്റിപ്പോയി. ഇനിയിപ്പോ എന്താ ചെയ്യ? ആ ക്ലിനിക്കിന്റെ അടുത്തല്ലേ നിരഞ്ജന്റെ അമ്മ താമസിക്കുന്നത്. ഇനി അവിടെ കാണാൻ ഉണ്ടാവുക പ്രേമ? അതിനും സാധ്യത. ബഹളൊക്കെ കേട്ട് ആ സ്ത്രീ വന്ന് ക്ലിനിക്ക് തുറന്നു നോക്കിയിട്ടുണ്ടാവും, പ്രേമനെ രക്ഷിച്ചിട്ടുണ്ടാവും. എന്നാ ഇപ്പൊ തന്നെ അവിടുന്ന് പ്രേമ പോക്കണം. നാളത്തെ സൂര്യോദയം ഒരു കാരണവശാലും പ്രേമ കാണരുത്. അത് റിസ്ക് അല്ലേ ഇപ്പൊ അങ്ങോട്ട് പോണത്? നമ്മുടെ മുന്നിൽ വേറെ വഴിയില്ല സ്വാമി. വാ സ്വാമി, നമുക്ക് ഇപ്പൊ തന്നെ എന്തെങ്കിലും ചെയ്യണം. ഞാനും കൂടി വരണം. വരണം. എനിക്കൊരു സഹായത്തിന് ആള് വേണ്ടേ? വാ, വണ്ടിയെടു. വാ. സിസ്റ്റർ ഒന്ന് പിടിച്ചേ. പേടിക്കണ്ട, ഞങ്ങളാരും ശത്രുക്കളല്ല. ഇതൊരു ആശുപത്രിയാ, നിങ്ങളിപ്പോ സേഫാണ്. സിസ്റ്റർ, ആ ഇഞ്ചക്ഷൻ കൊടുക്ക. ഡോക്ടറെ, ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ ബോധം വന്നു. പക്ഷേ ഏതോ ഒരു ട്രോമയിൽ അകപ്പെട്ടതുപോലെയാ പെരുമാറിയത്.